ന ന ന കൃതകണതരകാം കൃതകണതരകാം കൃതകണതര കൃതകണതരകാം കൃതകണതരകാം കൃതകണതര കൃതകണതരകാം 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 ന ന ന. ഈ കഥകളി അരങ്ങുകളിൽ അങ്ങേക്ക് ഓർത്തെടുക്കാവുന്ന ചില കുസൃതി നിറഞ്ഞ ചില സന്ദർഭങ്ങൾ, നമുക്ക് ചിരിക്കാൻ പറ്റുന്ന ചില അവസരങ്ങൾ ഏതെങ്കിലും അങ്ങേക്ക് ഉണ്ടായിട്ടുണ്ടോ? ഒരുത്തൻ്റെ കുപ്പായം മാറി പോണതോ, അല്ലെങ്കിൽ തലപ്പാവ് ഊരി പോണതോ, അല്ലെങ്കിൽ കിരീടം ചരിഞ്ഞോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം? അത് പറയില്ല. എന്നാൽ പിന്നെ വേറൊരു കാര്യം ചോദിക്കുന്നത്, അപ്പം നിങ്ങൾ ഇപ്പോൾ ശ്രീ കലാമണ്ഡലം ശിവദാസനും കലാമണ്ഡലം രാധാകൃഷ്ണൻ, അദ്ദേഹം ഈ നാട്ടുകാരനാണ്. നിങ്ങൾ തങ്ങളിൽ മേളപ്പത്തിനൊക്കെ ഒരു കെമിസ്ട്രി ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്, നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. കെമിസ്ട്രി എന്താണ് നിങ്ങൾ തങ്ങളുള്ള കെമിസ്ട്രി? നമ്മുടെ ഒരു കൊല്ലത്തിൻ്റെ ജൂനിയറും സീനിയറുമാണ്. അപ്പോൾ തെക്കൻ നാട്ടിൽ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ മേളപ്പം ജോഡിയായിട്ട് കൊട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്ത് കൊട്ടുന്നു അല്ലെങ്കിൽ ഏത് വഴി പോകുന്നു എന്ന് ഈ രാധാകൃഷ്ണൻ അറിയാം. രാധാകൃഷ്ണൻ അതെങ്ങനെയായിരിക്കും തിരിച്ച് പ്രതികരിക്കുന്നതെന്ന് എനിക്കും അറിയാം. അപ്പോൾ അത് വളരെ ജോയിപ്പായിട്ട് അങ്ങനെ പോകാറുണ്ട്. ചിലർക്കത് ഇഷ്ടപ്പെടാം, ചിലവർ അവർ രണ്ടുപേരും ഒരുപോലെ കൊട്ടത്തുള്ളൂ അങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നവരുണ്ട്. പണ്ട് ഗംഗാനാശാനും പി രാധാകൃഷ്ണൻ പാടുമ്പം പറഞ്ഞതുപോലെ തന്നെ അവർ നിങ്ങൾ ഒരേ ശബ്ദവും ഒരേ രീതിയെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള പോലെ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, അപ്പോൾ അങ്ങ് ചോദ്യം കറക്റ്റ് ഉത്തരം പറയാമെന്ന് എനിക്കറിയില്ല. നമുക്കിപ്പം ഒരു 700-ഓളം കഥകൾ അച്ചടിച്ച ആട്ടക്കഥകളുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അതിൽ ഒരു പണ്ടേ ഉണ്ടായിരുന്ന ഇപ്പം കോട്ടയം തമ്പുരാൻ്റെ പറയുന്ന ആ പറയുന്ന തമ്പിയുടെ കഥകൾ, ഇങ്ങനെ പറയുന്ന കുറേ കഥകളും അതിനുശേഷം വന്ന പുത്തൻ തലമുറയിൽ, ഉദാഹരണമായിട്ട് രാമചന്ദ്രൻ നായർ സാറിൻ്റെ കഥകൾ, പാർവതീപുരനെ തുടങ്ങിയിട്ടുള്ള 4 കഥകൾ. അപ്പം അങ്ങനെ വരുന്ന ഈ പുത്തൻ കഥകളെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? പുത്തൻ ഒന്നോ രണ്ടോ വേദികളിൽ നടത്തി മതിയാക്കുന്നവരുണ്ട്. അപ്പോൾ ഈ പുത്തൻ രാമചന്ദ്ര സാറിന് തന്നെ 4 കഥ ഉണ്ടെങ്കിലും കൂടുതൽ ഓടിയിട്ടുള്ളത് പാർവതീപുരനെയാണ്. എന്നാലും പാർവതീപുരനാണ്. ഈ പട്ടാരൂജി നമ്മൾ ഈ തുളസിവനത്തിൻ്റെ 10 ദിവസത്തെ കളി വയ്ക്കുമ്പോൾ തുടക്കം പട്ടാരൂജിയാണ്. അത് കഴിഞ്ഞ് മെയ് 4ഉം 5ഉം പട്ടാരൂജിയും 2 ദിവസമായിട്ട് എല്ലാ ഭാഗങ്ങളും ചേർത്ത് കളിക്കും. ഒരു ദിവസം കളിക്കുമ്പം അതിന് ചില രംഗങ്ങൾ കട്ട് ചെയ്യും. പിന്നെ ഈ തുളസിവനം 4 ദിവസം വരുമ്പോഴാണ് ഈ പട്ടാരൂജ്യം, കാർത്തിക വിജയം, ജാമ്പൂതി, അങ്ങനെ 4 കഥ. പിന്നെ പുത്തൻ കഥകൾ ഏറ്റവും കൂടുതൽ ഓടിയിട്ടുള്ളത് കർണശോകമാണ്. പിന്നെ ഈ തെക്കൻ നമ്മുടെ ഈ പന്നിശ്ശേരി അദ്ദേഹം എഴുതിയ കഥകൾ ഏറ്റവും കൂടുതൽ ഞെടുക്കുത്തും, രണ്ടാമത് പത്തിലാഴി വിജയവും അതുപോലെ കയറി വരുന്നുണ്ട്. പിന്നെ വേറൊരു ഈ ആദിശങ്കരനെ മുതൽ പിടിക്കുന്ന ഒരു ശങ്കര വിജയം, അത് ഒരു ദിവസം ഒരു പ്രാവശ്യം കളിച്ചായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അത് ഒരു 20 വർഷത്തിൽ കൂടുതലായി. പന്നിശ്ശേരി ഒരു സ്കൂളിൽ രാവിലെ അതിനെപ്പറ്റി, അത് ഈ തകഴി കുട്ടമ്പിള്ള ആശാനാണോ തിരുവല്ല കുട്ടഞ്ചേട്ടനാണോ എന്നറിയാൻ വയ്യ, രാവിലെ ഇതിനെപ്പറ്റി ഒരു ചർച്ചയും. അന്ന് കണ്ടല്ലൂർ സദാശിവനായിരുന്നു ആശാനായിരുന്നു അന്നിട്ടുണ്ടായി. അന്ന് പിന്നെ ശങ്കരവിജി എവിടെയും കളിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അന്ന് മടവൂരാശാനായിരുന്നു ആദിശങ്കരനായിട്ട്. പിന്നെ ഇഞ്ചക്കാട് രാമചന്ദ്രൻ പിടിച്ചേട്ടൻ ഉണ്ടായിരുന്നു. തോന്നയ്ക്ക് പിതാമൻ, അങ്ങനെ ഉറപ്പാട് കുട്ടി, അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ശങ്കരവിജി എവിടെയും കളിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പുതിയ കഥകൾ ധാരാളം വരുന്നുണ്ട്, 1-2 വേദികൾ. പിന്നെ അവർക്ക് സ്വാതന്ത്ര്യമുള്ളിടത്ത് അവർ എവിടെയെങ്കിലും പോയി അവതരിപ്പിക്കുക, അല്ല ഉത്സവ പറമ്പിലൊക്കെ ഇത്രയും വിടാറില്ല. ഒരു ബൃഹത്തായ ഒരു സാഹിത്യ ശാഖയാണ് ആട്ടക്കഥാ പ്രസ്ഥാനം. ആട്ടക്കഥാ പ്രസ്ഥാനത്തിൽ ഇപ്പോൾ 1000-ഓളം കഥകൾ, 750 കഥകൾ അച്ചടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം NBS 101 ആട്ടക്കഥ പ്രിന്റ് കിടക്കും, നല്ല കുറേ കഥകളിലാണ്. അതിൽ
എൻ്റെ ഒരു നോട്ടത്തിൽ ഏകദേശം ഒരു 10-60 കഥകളാണ് സാർവത്രികമായ അരങ്ങുകളിൽ പാടി വരാറ്. അതിൽ എത്ര കഥകൾ അങ്ങ് കഥകൾക്ക് അദ്ദേഹം താങ്കൾ മേളം പകർന്നിട്ടുണ്ട്? മേളം ഞാൻ പ്രധാനമായിട്ട് ഈ രാവണ ഉത്ഭവവും കാലയോഗവും ഞാൻ മെയിൻ ചെണ്ടയായിട്ട് ഇതേവരെ കൊട്ടിട്ടില്ല. കൂടെ നിന്ന് രാവണ ഉണ്ണിശേഖരൻ ചേട്ടൻ്റെ കൂടെ കൊട്ടിട്ടുണ്ട്, രാമൻ നമ്പൂരി അവരുടെ കൂടെ കൊട്ടിട്ടുണ്ട്. അങ്ങനെ പല പല അശംബരം കൂടെ ഈ ഉത്ഭവത്തിനെ കൊട്ടിട്ടുണ്ട്. മെയിനായിട്ട് അങ്ങനെ ഇതേവരെ കൊട്ടാൻ ആരും വിളിച്ചിട്ടുമില്ല. വിളിച്ചാൽ എന്താ വേണമെന്നോട് ആലോചിച്ചൊക്കെ പോകാറുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന കലാമണ്ഡലം ഉണ്ണികൃഷ്ണനെ പഴയ പ്രിൻസിപ്പളാണ് കലാമണ്ഡലം. അദ്ദേഹത്തെ നമുക്കൊരു ദിവസം ഇവിടെ ഒരു പരിപാടി പങ്കെടുപ്പിച്ചുകൊണ്ട് ആ കലാമണ്ഡലം ശിവാസനം, കലാമണ്ഡലം രാധാകൃഷ്ണൻ കൂടെ ചേരുന്ന ഒരു താള കൊഴുപ്പ്, മേളക്കൊഴുപ്പ് നമുക്കൊരു ദിവസം ഒരു കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട് മേളക്കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ മേളപ്പതാണെങ്കിൽ ഞാൻ ത്രിപിൾ പങ്കെടുക്കില്ല. ഇതേവരെ പങ്കെടുത്തിട്ടില്ല. ഇനി അത് ഉദ്ദേശമില്ല. വേറെ 4 വരെ വിളി വരാം, അല്ലെങ്കിൽ 2 വരെ വിളി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കമ്പ് 2 ആക്കാനും 4 ആക്കാനും എളുപ്പമാണ്. 3 ആക്കുമ്പം അത്രയും ശ്രദ്ധയായിട്ട് എണ്ണങ്ങൾ 3 പേരും കൈകാര്യം ചെയ്തില്ലെങ്കിൽ അവർ ഈ ചിത്രപ്രധാനമായ കഥകളി എന്ന് പറയുമ്പോൾ ഇപ്പം കോട്ടയം കഥകളിൽ ഇങ്ങനെ ചിത്രപ്രധാനമാണ്. അതിൽ ഇപ്പം ഉദാഹരണം രാമചന്ദ്രൻ സാറിൻ്റെ കഥകളിലുള്ള നന്ദികേശൻ്റെ കഥാപാത്രം. നന്ദികേശൻ്റെ കഥാപാത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക നൃത്തമുണ്ട്. അപ്പോൾ ആ നൃത്തത്തിന് കൊട്ടുന്നതിൽ എന്തെങ്കിലും സാധാരണ കവിഞ്ഞിട്ടുള്ള താള വ്യതിയാനങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? അതൊരു ത്രിപുടവട്ടമാണ് അതിന് എടുക്കുന്നത്. സതി അവിടെ വെച്ച് കിടക്കുന്ന അത് കണ്ടിട്ട് അത് വാരി തോളിലോട്ട് ഇടുന്നതോട് കൂടി ഒരു ശിവതാണ്ഡവം മാതിരി നൃത്തമാണ്. അത് ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ളതും കൊട്ടിട്ടുള്ളതും മടവൂരാശാനാണ്. പിന്നെ ഈ നെല്ലിയോട് ഇതൊന്നും മുമ്പ് അത് എടുത്തിട്ടുണ്ട്. എന്നാലും മടവൂരാശാനാണ് അത് നന്ദിയാശൻ എൻ്റെ മനസ്സിൽ ഉള്ളതും നല്ലതും എന്ന് പറയാം. കാരണം വേറെ വടക്കോട്ടൊന്നും ഈ കഥ അങ്ങനെ കൂടുതൽ കളിക്കാറില്ല. അങ്ങേക്ക് ഈ കഥകളി രംഗത്തുള്ള പിന്നെ പ്രവർത്തനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നിരവധി ക്ലബ്ബുകളും നിരവധി സ്ഥാപനങ്ങളും സാംസ്കാരിക നിലയങ്ങളും ഒക്കെ അത് അങ്ങേക്ക് പുരസ്കാരങ്ങളും അവാർഡുകളും തന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അത് അങ്ങേ ഏതെങ്കിലുമൊക്കെ അവാർഡുകൾ ഏതൊക്കെയാണ് അദ്ദേഹത്തിന് അങ്ങേക്ക് കിട്ടിയിട്ടുള്ളത്? എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അവാർഡ് ഈ നാവായിക്കുളം കഥകളി ആസ്വാദ സംഘത്തിൻ്റെ ഒരു ഫെലോഷിപ്പാണ്. അതിൻ്റെ കാരണമായിട്ട് ഒരു TC സുനിദത്താണ്. പുള്ളി ഒരു കഥകളി പ്രിയനും കഥകളി പ്രാന്തനെന്നും വേണമെങ്കിൽ പറയാം. ഏത് കഥയെപ്പറ്റി എന്തെങ്കിലും കഥാസാരം പറയാനായാലും എവിടെ കഥകളി ഉണ്ടെങ്കിൽ അവിടേക്ക് ഒരു ഇപ്പം രാധാകൃഷ്ണൻ വർഷങ്ങളായ നാവായിക്കുളം അമ്പലത്തിൽ ജോലി ചെയ്ത ആളാണ്. അപ്പോൾ എൻ്റെയും രാധാകൃഷ്ണനൊക്കെ വളരെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ അതാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത്. 2000-ലാണ് ഞാൻ 83-ൽ പഠിച്ചിറങ്ങിയിട്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ പരിപാടി ഞാനും പങ്കെടുത്തായിട്ട് എനിക്ക് ഇവിടെ നാവായിക്കുളം അമ്പലത്തിലാണ് അവാർഡ് വിതരണം നടത്തി. പിന്നെ അത് കഴിഞ്ഞ് വേളാമെന്ന് ഒരു പണ്ട് ഒരു കീഴേടിയിലും പറഞ്ഞൊരു സ്വാമി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു അവാർഡ്. പിന്നെ ഈ കലാജീവിതത്തിന് 25 വർഷം ആയത് 2024-2 അന്ന് വേളാമെന്ന് കരയോഗത്തിൻ്റെ വലിയൊരു മൂമെൻ്റൊക്കെ തന്നു. അത് കഴിഞ്ഞ് പിന്നെ പകൽക്കുറി MKK നായർ സ്മാരക അതിൽ ഒരു അവാർഡ് കിട്ടിയായിരുന്നു. പകൽക്കുറി കഥകളി ക്ലബിൻ്റെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കേരള ക്ഷേത്ര വാദ്യകല അക്കാദമിയുടെ തൃശ്ശൂർ കേന്ദ്രമായൊക്കെ ഉള്ള വാദ്യശ്രീ പുരസ്കാരം കിട്ടിയായിരുന്നു. ഇനിയും മടവൂർ പള്ളിക്കൽ കുളുമാത്തമ്മ അതിൻ്റെ പ്രഥമ പുരസ്കാരം ഞങ്ങൾക്ക് 3 പേർക്ക് കിട്ടിയായിരുന്നു. തോന്നക്കൽ പിതാമേനും അതാങ്ങളുടെ വേണുകുട്ടിനും എനിക്ക് ഞങ്ങൾ 3 പേർക്ക് കിട്ടിയായിരുന്നു. കണ്ടല്ലൂർ സദാശിവനാശാൻ്റെ പ്രഥമ പുരസ്കാരം എനിക്കാണ് കിട്ടിയത്. പാട്ട് ചന്ദ്രശേഖരൻ ഇവിടെ ഈ പൂയപ്പള്ളി ഉള്ള ആളായിരുന്നു. പുള്ളിയുടെ പേരിലുള്ള ഒരു അവാർഡ് കിട്ടിയായിരുന്നു. പിന്നെ
ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്നശ്ശേരി കഥകളി ക്ലബിൻ്റെ വാദനസ്ത്രീ പുരസ്കാരം കിട്ടിയിട്ട് 1 മാസമായില്ല. പിന്നെ പ്രധാനമായിട്ട് പിന്നെ മടവൂരാശാൻ്റെ പേരിലുള്ള ജയന്തി, ആശാൻ്റെ പേരിലുള്ള 3ാമത്തെ അവാർഡ് എനിക്കാണ് കിട്ടിയത് 2023 ജയന്തി പുരസ്കാരം. അതായിരുന്നു ഏറ്റവും വലിയ പുരസ്കാരം. സാമ്പത്തികമായിട്ടായാലും എന്തുമായാലും എനിക്ക് നമ്മളെ നാട്ടിൽ ആശാൻ്റെ ഒരുപാട് വേഷത്തിന് കിട്ടിയിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കത് കിട്ടിയത് എൻ്റെ ജീവിതത്തിൽ ഒരു നടക്കാൻ പറ്റാത്തൊരു അംഗീകാരമാണ്. അത് നാട്ടിൽ നിന്നാണ് കിട്ടിയത്. പൽക്കുറി കേന്ദ്രമാക്കിയ ആശാൻ്റെ പേരിലൊരു സ്ഥാപനം ഉണ്ട്. അവിടെ നിന്നാണ് അത് കിട്ടിയത്. പത്മഭൂഷൺ മടവാസൻ സ്മാരക ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ. അപ്പോൾ ആശാൻ്റെ ഒരുപാട് വേണ്ടത്തിന് കുട്ടികൊണ്ടും കൂടെ ആയിരിക്കാം അതങ്ങനെ എനിക്ക് എന്നെ തിരഞ്ഞെടുത്ത് കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നാടും മടൂർ ഇവിടെ അടുത്താണല്ലോ. അദ്ദേഹത്തിൻ്റെ നാടും ഇവിടെ തന്നെയാണ്. അദ്ദേഹം കൊല്ലത്ത് താമസിച്ചെങ്കിലും അദ്ദേഹം ആദ്യകാലങ്ങളിൽ തന്നെ കലാമണ്ഡലത്തൊക്കെ കളരി തുടങ്ങിയപ്പോൾ അതിൽ അധ്യാപകനായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഇത്രയും 40-ലധികം വർഷം കലാഭാരതിയുടെ പ്രിൻസിപ്പളായിട്ടാണ് ഇരുന്നത്. പിന്നെ 2ാമത് കലാമണ്ഡലത്തിൽ തെക്കൻകളരി തുടങ്ങിയത് ഞാൻ ചേർന്ന വർഷമാണ് 77. അന്ന് മങ്കമ്പാശാന കലാമണ്ഡല ആശാരി ചേട്ടനാണ്. മദ്ദളത്തിലെ ശങ്കരവാരുന്ന വിദ്യമാണ്. പിന്നെ ഈ ഇവിടെ അറയ്ക്കൽ ഗോപാലപിള്ളി എന്ന് പറഞ്ഞൊരു ആശാനാണ് ചുട്ടി പള്ളമാശാനും തിരുവല്ല ഗോകൂട്ടൻ ചേട്ടനുമായിരുന്നു പാട്ടിന്. വാരണാസി അതൊന്നും ആശാനാണ് ചെണ്ടയ്ക്ക്. ഈ തിരുവല്ല ഗോകുചേട്ടൻ ഏതാണ്ട് ഒരു 6 മാസമൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് കളഞ്ഞിട്ട് പോയി. പിന്നെയാണ് കലാനില ഉണ്ണിശേട്ടൻ അവിടെ എടുത്തത്. അപ്പോൾ ആ ബാച്ചിലുള്ളതാണ് ഹരിപ്പാട് ആശാൻ്റെ ഒരു ബന്ധുവായ കലാമണ്ഡലം ബാലകൃഷ്ണൻ. ഇവിടെ ഈ ഹരിപ്പാട് ബാലകൃഷ്ണൻ ആറ്റിങ്ങൽ അല്ല കലാമണ്ഡലം ബാലകൃഷ്ണൻ. ഹരിപ്പാട് ബാലകൃഷ്ണൻ വേറെ ഉണ്ട്. അല്ല, കലാമണ്ഡലം ഹരിപ്പാട് കലാമണ്ഡലം ബാലകൃഷ്ണൻ രണ്ടുപേരുണ്ട്. മറ്റേ കലാമണ്ഡലം ബാലകൃഷ്ണൻ നമ്മളെ പിന്നെ രാമകൃഷ്ണപിള്ളയുടെ ബന്ധു, അവരെല്ലാം ബന്ധുക്കൾ തന്നെ. ഈ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കലാമണ്ഡലം ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മാർഗിൽ ഉണ്ടായിരുന്ന പിന്നെ ഫാക്ടറി ദാമുവിൻ്റെ അനിയനാണ് ഈ കലാമണ്ഡലം ബാലകൃഷ്ണൻ. മറ്റേ ഹരിപ്പാട് ബാലകൃഷ്ണനാണ്. അത് കഴിഞ്ഞ് പിന്നെ മതിയാക്കി കുറേ ആൾ ഗൾഫിലേക്ക് പോയി. ഇപ്പം നാട്ടിൽ വന്ന് വീണ്ടും പഴയതുപോലെ വേഷങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു മനോജ് എന്തോ ഉള്ളരിയാവോ അങ്ങനെയാണ്. പിന്നെ ഒരു സാം സക്കറി എന്ന് പറയാം. അയാൾ മൂവാറ്റുപുഴ പെരുമ്പാവൂർ അങ്ങോട്ട് ആയുർവേദ ഡോക്ടറാണ്. ഇവർ 4 പേരായിരുന്നു അന്ന്. ചെണ്ടയ്ക്കും ഞങ്ങൾ 4 പേരാണ്. മണ്ഡലത്തിന് ആ വർഷമുള്ളത് ഇപ്പം മാർഗിലുള്ള കലാമണ്ഡലം രവീന്ദ്രൻ. പിന്നെ ഒരു പെരുവനം ഹരിദാസ് എന്ന് പറയും. ഈ ഹരിദാസും എൻ്റെയും കൂടെ ആയിരുന്നു കലാമണ്ഡലത്തിലെ അരങ്ങേറ്റം. ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിക്കുന്നത്, ഇപ്പോൾ എപ്പോഴും കഥകളി അരങ്ങുകളിൽ ചെണ്ടക്കാരൻ്റെ വലങ്കൈയാണ് മദ്ദളക്കാരൻ. അപ്പോൾ ആ മദ്ദളവാദകനും ചെണ്ടവാദകനും തമ്മിലുള്ള ഒരു കെമിസ്ട്രി, അതിൽ ഏറ്റവും കൂടുതൽ അങ്ങേക്ക് പിന്നെ വളരെ സൗകര്യപ്രദമായി മുന്നോട്ട് യാത്ര ചെയ്യുന്നതിന് കൂട്ട് മദ്ദളക്കാരൻ ആരാണ്? അങ്ങനെ പ്രത്യേകം പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ ആ മദ്ദളക്കാരനാണെങ്കിൽ ഞാൻ കൊട്ടാൻ വരൂ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അവിടെ ചെല്ലുമ്പോൾ ആ മദ്ദളക്കാരനാണ്, അയാളുമായിട്ട് സഹകരിച്ച് പോകാൻ നോക്കുക. നമ്മൾ ചിലപ്പം നമ്മളെ ശല്യപ്പെടുത്തുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ ആ മദ്ദളക്കാരൻ ഇടയ്ക്ക് താങ്ങുന്നത്. ആ മദ്ദളക്കാരനെ കൊണ്ട് ചിലപ്പോൾ നമുക്ക് കൊട്ടാൻ നിവൃത്തില്ലാതെ വരും. അപ്പോൾ ഇവനെ കളഞ്ഞിട്ട് പോകാതെ എങ്ങനെയെങ്കിലും അയാൾ കൂടെ സഹകരിച്ച് അങ്ങനെ അത് പൂർത്തിയാക്കാനേ പറ്റൂ. പിന്നെ അടുത്ത വിളിക്കുമ്പം മേളത്തിന് പ്രാധാന്യമുള്ള ഒരു കഥയാണെങ്കിൽ ചോദിക്കും മദ്ദളത്തിന് ആരാന്ന് ചോദിക്കും. കാരണം മുമ്പ് പറ്റിയുള്ളതെല്ലാം അനുഭവം ആണെങ്കിലേ അതിന് പോയിരിക്കുന്നല്ലേ നല്ലത്. അല്ലേ, ഞങ്ങളൊക്കെ ഈ വേദികളിൽ കാണുമ്പോൾ കാഴ്ചക്കാരെന്നുള്ള നിലയിൽ പറയുമ്പോൾ കലാമണ്ഡലം വേണുക്കുട്ടൻ, കലാമണ്ഡലം കൊച്ചുകുട്ടൻ
പിന്നെ കലാമണ്ഡലം ശിവദാസൻ തുടങ്ങിയിട്ടുള്ളവരുടെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെയധികം നന്നായി അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും ഇപ്പോഴ് അങ്ങയുടെ കലാജീവിതത്തെക്കുറിച്ച്, അരങ്ങ് പരിചയത്തെക്കുറിച്ച്, ശിഷ്യഗണങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ നമ്മൾ സംസാരിച്ച്, ഇനിയിപ്പോൾ അറിയാനുള്ളത് അങ്ങയുടെ കുടുംബം, കലാപരമായി എങ്ങനെയാണ് കുടുംബത്തിൻ്റെ നിലപാട്? കുടുംബം, എൻ്റെ ഭാര്യ എന്ന് പറയുന്ന ആറ്റിങ്ങൽ ദേവിദുർഗ എന്ന് പറയുന്ന ഒരു കഥകളി നടിയാണ്. ഈ ഡാൻസൊക്കെ പഠിച്ചതാണ്. ഒരുവിധം കഥകളിയിൽ സ്ത്രീവേഷങ്ങൾ എല്ലാം ഒരുവിധം കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു മകനുണ്ട്, അവൻ ഹൈസ്കൂളിലാണ്. അവനും കഥകളി ചെണ്ടയൊക്കെ തുടങ്ങിയെങ്കിലും കഥകളിയോടാണ് അവന് കൂടുതൽ താല്പര്യം വന്നു. അവൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞ് കുട്ടിത്തരം വേഷങ്ങളൊക്കെ ധാരാളം ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ പിന്നെ 10ലായതുകൊണ്ട് പഠിത്തത്തിന് വലിയ പ്രാധാന്യം ഉള്ളതുകൊണ്ട് വിളിച്ചാൽ അവർ രണ്ടുപേരെയും കൊണ്ടുപോകാൻ പറ്റാത്ത, കാരണം പിറ്റേന്ന് തന്നെ സ്കൂളിലൊന്നും പോകാക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടെന്ന് മാത്രമല്ല, അവരെ വരുമാനം എനിക്ക് കുറഞ്ഞു. മറ്റേ ഞങ്ങൾ 3 പേരും കൂടെ പോകുമ്പോഴേ രാത്രിയൊക്കെ പാരിപ്പള്ളി ഒന്നിറങ്ങാൻ 170 200 രൂപ ആട്ടി കൊടുക്കണം. ഇപ്പോൾ ഒരാൾ ചിലവും മറ്റു കാര്യങ്ങളൊക്കെ ഒരാളുടെ പൈസ ആവുക. അപ്പോൾ എന്നാലും പഠിത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. നമുക്ക് പഠിക്കാൻ പറ്റിയില്ല. അന്ന് നമ്മുടെ പഠിത്തമൊക്കെ ഇവിടെ 8ാം ക്ലാസ്സിൽ ഒരു ദിവസം 2 ദിവസം 2 ദിവസം കൊണ്ട് പോയപ്പോഴാണ് കലാമണ്ഡലത്തിൽ നിന്ന് ഇങ്ങനെ കാർഡ് വന്നാൽ പോയതോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കലാമണ്ഡലത്തിൽ അപേക്ഷിച്ചെങ്കിലും കാർഡ് വരാൻ താമസിച്ചു. ജൂൺ പകുതിയായിട്ടാണ് കാർഡ് വന്നത്. അപ്പോൾ അന്ന് 1 മാസത്തെ ഫീസ് സ്കൂളിൽ അടയ്ക്കുകയും ചെയ്ത് 10 ദിവസം കൊണ്ട് അവിടെ പഠിക്കാൻ ചെന്നപ്പോഴാണ് കലാമണ്ഡലത്തിൽ നിന്ന് ഇത്രാം തീയതി അവിടെ താമസിക്കാനുള്ള സൗകര്യമായിട്ട് വരണമെന്ന് പറഞ്ഞ് കാർഡ് കിട്ടിയത്. പിന്നെ അന്ന് എന്നാൽ കലാമണ്ഡലത്തിൽ ഈ ഡിപ്ലോമ കോഴ്സായതുകൊണ്ട് സ്കൂളിൽ പഠിത്തമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് 10ാം ക്ലാസ് പാസ്സാവണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇടയ്ക്ക് മുടങ്ങിയതുണ്ടെങ്കിൽ പഠിച്ചു. എന്നാലും കുട്ടിയെങ്കിലും വിദ്യാഭ്യാസം ചെയ്യിക്കണമെന്ന് തോന്നൽ ഇപ്പം നല്ലത് തന്നെ. അവർ വിദ്യാഭ്യാസം ചെയ്യട്ടെ. അതിനിടയ്ക്ക് ഒരു ചോദ്യം, ഇപ്പോൾ കഥകളി കലാകാരന്മാരെ വാർത്തെടുക്കുന്നതിന് സ്ഥാപനങ്ങൾ നിരവധിയുണ്ട്. ഇപ്പം വടക്കൻ മേഖലയിലെ ഒരുപാട് സ്കൂളുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ കലാനിലയമായാലും മറ്റ് സാധനമായാലും കലാമണ്ഡലം, കേരള കലാമണ്ഡലം, അങ്ങനെ RLV തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾ നിരവധിയുണ്ട്. ഈ ഭാഗത്തൊക്കെയാണ് അത്തരം സ്കൂളുകളുടെ കുറവ്, കലാഭാരതിയും മാത്രമേ ഉള്ളൂ. ഈ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് അവർക്ക് തൊഴിൽ കിട്ടാത്തത് കൊണ്ട് ഈ കഥകളി കലാകാരന്മാർ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകയും അവരുടെ ജീവസന്ധാരണത്തിന് പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങയുടെ അഭിപ്രായം കുറിച്ച് എന്താണ്? ഉണ്ട്, അങ്ങനെ ഉണ്ട്. നമ്മളിപ്പം കഥകളിക്കാരെന്ന് പറഞ്ഞാൽ ഒരു 6 വർഷമാണ്. 6 വർഷം അവിടെ വിളിച്ചിലും മറ്റു കാര്യങ്ങളെല്ലാം നടന്ന് ചിലപ്പോൾ അല്ലെങ്കിൽ വേണ്ടി വന്ന 2 വർഷം കൂടെ ഉപരിപഠനം പഠിച്ചു. അപ്പോൾ 8 വർഷമായി. 8 വർഷം പഠിച്ചിട്ട് ഞാൻ ഇങ്ങനെ കലാമണ്ഡലത്തിൽ 8 വർഷം പഠിച്ച ആളാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബോർഡ് എഴുതി വയ്ക്കാനോ അല്ലെങ്കിൽ നല്ല വേഷങ്ങൾ കിട്ടുന്ന ആളാണെന്നും പറഞ്ഞൊരു പരസ്യം ചെയ്യാനോ അങ്ങനൊന്നും പറ്റത്തില്ല. അപ്പോൾ അവിടെ നമ്മൾ 8 വർഷം പഠിച്ചിറങ്ങിയാൽ ഇവിടെ ചിലപ്പം പുറപ്പാടോ അല്ലെങ്കിൽ കുട്ടിപ്പൂവൻ അങ്ങനെയൊക്കെയുള്ള കൊച്ചു വേഷങ്ങൾ കിട്ടിയെങ്കിലേ ഇങ്ങനെ ഒരാളുണ്ടെന്നൊരു പരസ്യം ആൾക്കാർ അറിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പരസ്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ 8 വർഷം വേറെ ഏതെങ്കിലും ജോലി പഠിക്കുകയാണെങ്കിൽ അവന് സുഖമായിട്ട് ജോലി കിട്ടും. അല്ല 8 വർഷം കലാമണ്ഡലത്തിൽ പഠിച്ചിറങ്ങിയെന്ന് വിചാരിച്ച് 8 വർഷം വരെ അതിന് 1 വർഷം 100 കഥകളി കിട്ടുമെന്നോ അല്ലെങ്കിൽ കഥകളി കൊണ്ട് ജീവിക്കാമെന്നോ വേഷക്കാരെന്ന് മാത്രമല്ല എല്ലാവരും. പക്ഷേ ഇപ്പോൾ കലാമണ്ഡലത്തിൽ അങ്ങനെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആർട്ട് സ്കൂളായിട്ട് അവനെ കൺവെർട്ട് ചെയ്തിട്ട് മറ്റ് വിദ്യാഭ്യാസ മേഖലയിലോട്ടും അവർക്ക് തിരിഞ്ഞു പോകാം, ഡിഗ്രി എടുത്തിട്ട് പോകാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നമുക്കിപ്പോൾ സർക്കാരിനോടും അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളോടും നമുക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, എനിക്ക് തോന്നുന്ന ചോദ്യം, ഇവർ ഈ കഥകളി സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയാൽ അവർക്ക് കുറച്ച് പേർക്കെങ്കിലും ഒരു ജോലി കിട്ടാൻ വേണ്ടി സ്കൂളുകളിലും കലാലയങ്ങളിലും കഥകളി ഒരു പാഠ്യവിഷയമാക്കാനോ അല്ലെങ്കിൽ അനുബന്ധ വിഷയങ്ങൾ ഏതെങ്കിലും ഇവർക്കൊരു ജോലി കിട്ടാനുള്ള സാധ്യത കൂടി സർക്കാരും മറ്റ് സംവിധാനങ്ങളും ചെയ്യേണ്ടതാണെന്ന് തോന്നുന്നുണ്ടോ? ചെയ്യേണ്ടതാണെന്ന് എന്ന് പറഞ്ഞാൽ മുമ്പ് എല്ലാ സ്കൂളിലും പാട്ട് സാറുണ്ടായിരുന്നു. തസ്യ കഴിഞ്ഞപ്പം പിന്നെ പകരം
പാട്ട് സാറിന് വെച്ചിട്ടില്ല. മുമ്പൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ തയ്യൽ സാറുണ്ടായിരുന്നു, ഡ്രില്ല് സാറുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ അവരുടെ ഒപ്പം തന്നെ ഈ തിരുവനന്തപുരം അട്ടക്കുളങ്ങര അട്ടക്കുളങ്ങര സ്കൂളിൽ അവിടെ നമ്മളെ നമ്പൂരി ഭാസ്കര നമ്പൂരി നെല്ലിയോടെ മറ്റേ ഈ സദനക്കാർ 2 പേര്, 2 മദ്ദളവും പിന്നെ ഏതോ ഒരു വേഷക്കാരൻ നന്ദോ അങ്ങനെ ആരോമാണ്. അപ്പോൾ ഇവരൊക്കെ പെൻഷനായി പോയപ്പോൾ അതങ്ങ് നിന്നുപോയി. ഫാക്റ്റിൽ MKK സാറ് ഇരുന്നപ്പോൾ അവിടെ വളം മാത്രം പോരാ, പുള്ളിക്ക് കഥകളിയോടുള്ള താല്പര്യം കൊണ്ട് അവിടെ ഞാൻ കഥകളി സ്കൂൾ തുടങ്ങിയായിരുന്നു. എൻ്റെ ഈ ഇമ്പ്രാന്തിരി ആശാൻ, അജിരാരി ആശാൻ, കേശവനാശാൻ, ശങ്കരവാര്യ ഇവരൊക്കെ ആയിരുന്നു. അപ്പോൾ അവരൊക്കെ പെൻഷനായി പോയപ്പോൾ അത് നിന്നുപോയി. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഈ പാട്ട് സാറ് സാറ് പെൻഷനായപ്പോൾ അത് അങ്ങനെ നിർത്താതെ ഏതെങ്കിലും സ്കൂളുകളിൽ കഥകളിയെ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ പഠിപ്പിക്കാൻ കുറച്ച് പേർക്കെങ്കിലും ജോലി കൂടി ഈ ഇനിയും കുട്ടികൾക്ക് ഇത് പഠിക്കണമെന്നുള്ള താല്പര്യം കൂടുതലുണ്ടെന്നാണ്. തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അതിനിടയ്ക്ക് മറ്റൊരു ചോദ്യം കൂടി. ഇപ്പോൾ ഈ നമ്മുടെ കഥകളി ചെണ്ട അഭ്യസിച്ച് വരുന്നവർ അതിൻ്റെ പിന്നെ പാഠ്യക്രമങ്ങളിലോ അല്ലെങ്കിൽ അതിൻ്റെ അവതരണ ശൈലിയിലോ വെള്ളം ചേർത്തുകൊണ്ട് മാറ്റം വരുത്തിക്കൊണ്ട് അവർ റോഡുകളിൽ ഈ ചെണ്ട മേളങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ട് പോകുന്നതിൽ എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? അഭിപ്രായം എന്ന് പറഞ്ഞാൽ അവർക്ക് ചോദിക്കുമ്പോൾ മറക്കുന്നുണ്ട്. എത്രയോ 12,000 രൂപ അല്ലെങ്കിൽ അപ്പോഴും നമ്മുടെ ഒരു ചോദ്യം, ഇപ്പം കഥകളി വേഷം തെക്കൻ ചിട്ടയിൽ അഥവാ ഗുരു ചെങ്ങന്നൂർ അദ്ദേഹത്തിൻ്റെ ഗുരു പരമ്പര നിലനിർത്തിക്കൊണ്ടുവന്ന കപ്പിളിങ്ങാട ശൈലി അഥവാ തെക്കൻ ചിട്ട എന്നറിയപ്പെടുന്ന ആ ഒരു ചിട്ടയിലെ അഭ്യസന ക്രമങ്ങൾ, ഉദാഹരണമായിട്ട് തെക്കൻ ചിട്ടയിലെ അഭ്യാസ ക്രമങ്ങൾ എന്നുള്ള ബുക്ക് തന്നെ ഗുരു ചെങ്ങന്നൂർ ആശാന്റെ പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഒരു ബൈബിളായിട്ട് വെച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കലാഭാരതി ഗുരു ചെങ്ങന്നൂർ കഥകളി അക്കാദമിയിൽ ഈ വേഷം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പോഴൊരു ചോദ്യം, ഈ വേഷം മാത്രമേ തെക്കൻ ചിട്ടയിൽ പോകുന്നുള്ളൂ. അപ്പോൾ കഥകളി ചെണ്ട, കഥകളി മദ്ദളം, കഥകളി പാട്ട് ഇതെല്ലാം ഇപ്പോഴും പഴയ രീതിയിൽ തന്നെ നിൽക്കുകയാണ്. അവിടെ പഠിച്ചവരാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഇപ്പം തെക്കൻ ചിട്ടയിൽ പഠിച്ചിറങ്ങിയവർ ആരും അധ്യാപകരാരും ഇപ്പം കിട്ടുന്നില്ല. അപ്പോൾ ഈ കഥകളി ചെണ്ട അല്ലെങ്കിൽ മദ്ദളം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തെക്കൻ ചിട്ടയിൽ പഠിപ്പിക്കുന്നതിനൊരു സംവിധാനം നമ്മൾ കണ്ടെത്തുന്നത് നല്ലതായിരിക്കില്ലേ എന്നാണ് ചോദ്യം. നല്ലതാണ്. പക്ഷേ ഇപ്പോൾ ഈ തെക്കൻ സമ്പ്രദായത്തിലെ മേളക്കാർ തെക്കൻ ശൈലിയിൽ ചെണ്ട അറിയാവുന്നവർ അല്ലെങ്കിൽ മദ്ദളം അറിയാവുന്നവർ ഉണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. മുമ്പ് ആയങ്കുടി ആശാനും കണ്ടല്ലൂർ ആശാനൊക്കെ ഉണ്ടായിരുന്നു. ആയങ്കുടി ആശാൻ ഈ എനിക്ക് കാലം വരെ തെക്കൻ സമ്പ്രദായത്തിലാണ് ഓരോ എണ്ണങ്ങളെ കൂട്ടിക്കൊണ്ടിരുന്നത്. ആശാൻ്റെ മകൻ പോലും തെക്കൻ പുള്ളി കൈകാര്യം ചെയ്യുന്ന ഒരാളല്ല. പിന്നെ കണ്ടല്ലൂർ ആശാൻ്റെ മകൻ ഇവിടെ ഈ ഒരു വർഷം കലാഭാരതി എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നയാളും അയാൾ മേളമൊക്കെ തെക്കൻ ശൈലിയിൽ പഞ്ചാരിമാർ കൊടുത്തെങ്കിലും കഥകളി കൊടുത്ത് തെക്കൻ വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഞാൻ ഈ തെക്കൻ്റെ കലാശങ്ങളൊക്കെ കൂടുതൽ കണ്ടല്ലൂർ ആശാൻ്റെ ആയങ്കുടി ആശാൻ്റെ അടുത്താണ് കൂടുതൽ പഠിച്ചത്. വാരണാസി ആശാൻ കലാമണ്ഡലത്തിലൊക്കെ പഠിച്ചുകൊണ്ട് വേറൊരു മോഡലിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്തി കൊണ്ടുവരുന്നത്. പക്ഷേ ഇവർ രണ്ടുപേരും ആ തെക്കൻ സമ്പ്രദായത്തിൽ തന്നെയാണ് കൊണ്ടുകൊണ്ടിരുന്നത്. കേളിയുടെ മുഖം വരെ തെക്കൻ സമ്പ്രദായത്തിലാണ് ഈ ആയങ്കുടി ആശാൻ കൊണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കഥകളി ചെണ്ട എന്ന് പറയുന്നത് ഒരു തെക്കൻ ചിട്ടയിലെ ഒരു അഭ്യസനം ഇനി നടക്കാൻ പാടാണെന്നാണ് ഇത് മനസ്സിലാവുന്നത്. കാരണം അല്ലെങ്കിൽ ഈ പഴയ ആചാര്യന്മാരാരും ഇപ്പം ജീവിച്ചിരിപ്പില്ല. അവരാരും ചെയ്ത ആ കാര്യങ്ങൾ എങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. നമുക്കതിന് ആധികാരിക ഗ്രന്ഥമില്ല. പണ്ട് കഥകളിക്ക് അങ്ങനെ ആയിരുന്നല്ലോ, ഗ്രന്ഥമില്ല. ഇപ്പോൾ ഓരോരുത്തർ കഥകളി ആട്ടപ്രകാരങ്ങളും ചിട്ടകളും എഴുതിയുണ്ടാക്കി. ഇതിനിടയ്ക്ക് ഈ മടവൂരാശാൻ കത്തിവേഷം കെട്ടി കളിക്കുമ്പോൾ തെക്കൻ കലാശങ്ങളാണെങ്കിൽ 3 കലാശം ആശാൻ എടുക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ ചോദിച്ചപ്പോൾ ചേട്ടാ അത് കേശവന് ഈ 3 തന്നെ അറിയോ, അതുകൊണ്ടാണ് ഞാൻ മാറ്റിയെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് കർശനമായിട്ട് തെക്കൻ കലാശങ്ങൾ വാശിയായിട്ട് എടുത്ത് ശീലിച്ചെങ്കിൽ ഇന്ന് പല ചെണ്ടക്കാരും പഠിക്കുമായിരുന്നു. എൻ്റെ കാര്യങ്ങൾ കൂടുതലും മനസ്സിലാക്കുമായിരുന്നു.
പടവരാശൻ പറഞ്ഞ വാക്കാണ്, എടാ അത് കേശവന് 3 കലാശം അറിയാം, തീത്തി എന്നുള്ള രണ്ടാമത്തെ മൂന്നാമത്തെ 8 കലാശമുണ്ട്. 8 കലാശവും എനിക്ക് കൊട്ടാൻ അറിയാം. അപ്പോൾ അതാരും എടുക്കാറില്ല. 1 2 എണ്ണം എടുത്തിട്ട് വടക്കൻ മോഡലിലേക്ക് മാറി. ഇപ്പോഴും നിങ്ങളിപ്പം ജീവിച്ചിരിക്കുന്ന സീനിയറായിട്ടുള്ള കലാകാരന്മാർ, ഇപ്പം കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, കലാമണ്ഡലം ശിവദാസൻ, കലാമണ്ഡലം രാധാകൃഷ്ണൻ തുടങ്ങിയിട്ടുള്ള പലരും ഉണ്ട്, ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ആ തെക്കൻ ചിട്ട ഒന്ന് എഴുതി അല്ലെങ്കിൽ അതൊന്ന് രൂപപ്പെടുത്തി അത് പുതിയ തലമുറയ്ക്ക് സംഭാവന ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുമോ? ശ്രമിക്കുമെന്ന് പറയാം. അത് ഇതാണ് തെക്കനെന്ന് ആധികാരികമായിട്ട് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ണിഷേട്ടനെ അറിയാമോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് രാധാകൃഷ്ണൻ അറിയാമെന്ന് അല്ല, നിങ്ങൾ 3 പേരും കൂടെ അല്ലെങ്കിൽ 4 പേരോ അല്ലെങ്കിൽ 5 പേരോ ചേരുമ്പോൾ അത് ഉറപ്പ് പറയാൻ പറ്റും. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കാം. കാരണം നിങ്ങളെ ചോദ്യം ചെയ്യാൻ വേറെ ആരും ഇല്ലെന്നൂടെ ഓർത്തുകൊണ്ട് ഉണ്ടാക്കിയാൽ മതി. ഇന്നലെ എനിക്ക് കളിയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആയംകുടി ആശാൻ്റെ ഒരു ശിഷ്യനായിരുന്നു എൻ്റെ കൂടെ കുട്ടിയത്. അയാൾ കേളിയുടെ മുഖം കുട്ടിയപ്പം മാറ്റം വന്നു. ആയംകുടി ആശാൻ പഠിപ്പിച്ചാണ്. ഏതാണ്ട് വടക്കൻ്റെ സമ്പ്രദായം പോലെ വരുമെങ്കിൽ നീളം വണ്ണമൊക്കെ ഒന്ന് തന്നെ കൂട്ടുന്ന ശൈലിക്ക് മാറ്റമുണ്ട്. അയാൾ ഇതേവരെ ഇത്രയും വർഷമായെങ്കിലും ആ സമ്പ്രദായം അയാൾ മാറ്റിയിട്ടില്ല. വേറെ ആർക്കും ദോഷമൊന്നുമില്ല, മന്ത്രക്കാർക്കോ അല്ലെങ്കിൽ വേറെ ആർക്കും പ്രശ്നമൊന്നുമില്ല. ഇന്നലെ ഞാൻ കുട്ടി കേട്ടതാണ് അയാൾ കിളിയുടെ മുഖം കേട്ടത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മുഖമോ തെക്കൻ പുറപ്പാടോ അങ്ങനെ കൂട്ടാന്നുള്ളതല്ലാതെ അല്ലാതെയുള്ള കലാശങ്ങൾ ഇങ്ങനെയാണ് ഞാൻ കൂട്ടുന്നതാണ് തെക്കൻ യഥാർത്ഥ തെക്കൻ എന്ന് നമുക്ക് ആധികാരികമായിട്ട് പറയാനൊന്നും അറിഞ്ഞൂടാ. അവർ തെക്കൻ കല എടുക്കുമ്പോൾ ആ ഒരു നീളത്തിൽ ഞാൻ ഒരു കൂട്ടും. അതുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഉണ്ണിഷേട്ടൻ കൂട്ടുന്നു, അതുപോലെ ആയിരിക്കില്ല രാഷ്ട്രീയം കൂട്ടുന്നു. അപ്പോൾ എന്തായാലും അതിനുവേണ്ടി ഒരു ശ്രമം നടക്കാൻ നോക്കാം. നമുക്ക് ഏതെങ്കിലും രീതിയിൽ അത് ഒപ്പിക്കാൻ ഒക്കെ ഒന്ന് അറിയട്ടെ, അത് നോക്കാം. പിന്നെ അത് ആ ഒരു സബ്ജക്റ്റ് അങ്ങനെ നിൽക്കട്ടെ. കാരണം നമുക്കൊണ്ട് ഒക്കില്ല എന്ന് നമ്മൾ പറയണ്ട. കാരണം നമ്മളിവിടെ ചെന്നിട്ട് കേരള കലാമണ്ഡലത്തിൽ ചെന്ന് തെക്കൻ ചിട്ടയുടെ ചെണ്ട അതിൻ്റെ സിലബസ് ഉണ്ടാക്കി തരണം നമുക്ക് ആവശ്യപ്പെടാൻ ഒക്കത്തില്ല. ഈ തെക്കന്മാർ തന്നെ അതിനായിട്ട് തീരുമാനം എടുത്തേ വെക്കൂ. തെക്കന് മുമ്പ് ഒരു എടുത്ത് കലാശം ഉണ്ടായിരുന്നു. വടക്കനിപ്പം 4000 എന്ന് പറയും. 4 പ്രാവശ്യം ഏറ്റുചുരുക്കി എടുക്കുന്നതിനാണ് 4000 എന്നൊക്കെ പറയുമെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ഇനി കണ്ടോന്ന് കാണിച്ചിട്ട് ഒരു എടുത്ത കലാശം ഉണ്ടായിരുന്നു. അത് ആ സ്റ്റേജിൽ നിറയെ തിരച്ചെടുക്കുമായിരുന്നു. പകൽക്കുറിയിൽ ഒരു പുരുഷോത്തം പിള്ള ആശാനെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ കരിമ്പാലൂർ നാരായണപിള്ള ആശാനൊക്കെ ഇത് എടുക്കുമായിരുന്നു. ഇപ്പം അതിൻ്റെ 4ാം കാലമാണ് 4000 ഇപ്പം വടക്കൻ എടുക്കുന്നത്. അപ്പോൾ അത് മതി, അത്രയും തിരച്ചൊന്നും എടുക്കേണ്ട കാര്യമില്ല. എടുത്ത് കലാശം എന്നാണ് അതിന് പറയുന്നത്. അത് തന്നെ ഒരു കഥാപാത്രം ഇപ്പം അതിനോട് സാമ്യമുണ്ട്. നമ്മളെ രുക്മിണി സ്വയംവരത്തിലെ രുക്മിക്കൊക്കെ തെക്കന് 3 ചാട്ടമൊക്കെ ആയിട്ട് അത് ഈ വടക്കൻ രുക്മി കയറി വരുന്നത് ഈ തെക്കൻ്റെ രുക്മി കയറി വരുന്ന പോലെയല്ല, വ്യത്യാസമുണ്ട്. ദൂതന്മാർ തമ്മിൽ ഇരട്ടിയോട്ട് എടുക്കുന്നതിന് തെക്കനും വടക്കനുമായിട്ട് വ്യത്യാസമുണ്ട്. അവൻ്റെ ദൂതം നന്നായിരുന്നു എന്ന് മാത്രം അറിഞ്ഞാൽ മതി ഒരു ആസ്വാദനം. അവയെടുത്ത് തെക്കൻ ഇരട്ടിയോട്ടമാണ് വടക്കൻ കലാശമാണ്, അതൊന്നും അറിയേണ്ട കാര്യമില്ല. ഈ അംശത്തിൻ്റെ കാര്യം പറഞ്ഞല്ലേ, ഓരാശൻ്റെ അംശം നന്നായിരുന്നു. എന്താ നന്നായത്? തെക്കൻ താളത്തിൽ അല്ല ഈ ചെമ്പട താളത്തിൽ പറന്ന് എന്ന് സാധാരണക്കാർക്ക് അറിയണ്ട. ആശാൻ്റെ അംശം നന്നായിരുന്നു മാത്രം അറിഞ്ഞാൽ മതി. സാധാ കാണികൾക്ക് ഇത് തെക്കനാണോ വടക്കനാണോ ചെമ്പടയാണോ എന്ന് അറിയേണ്ട കാര്യമില്ല. അവരൊക്കെ ആ കഥാപാത്രം നന്നായിരുന്നു മാത്രം മതി. അപ്പോൾ ഈ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണം. അതിനകത്ത് ഈ നാട്യധർമ്മിയും ലോകധർമ്മിയും എന്ന് പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. അപ്പോൾ ലോകധർമ്മിക്ക് ഇത്തിരി എണ്ണം കുറച്ച് അളവ് കൂട്ടി കൊടുത്തുകൊണ്ട് കാണികളെ പിടിച്ചെടുക്കാനൊക്കുന്ന ഒരു സംവിധാനത്തിലോട്ടാണ് ഇപ്പം മൊത്തത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അങ്ങ് ഇപ്പം ജനിച്ച് വളർന്നതും ജീവിക്കുന്നതും ഈ പകൽക്കുറി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ പകൽക്കുറി എന്ന് പറയുന്നത് കഥകളിയുടെ ഒരു ഈറ്റില്ലമാണ്. ഇപ്പം ഓയൂർ കൊച്ചുവന്നപ്പിള്ള ആശാൻ, അദ്ദേഹത്തിൻ്റെ മകൻ കലാമണ്ഡലം രതീശൻ, അദ്ദേഹത്തിന് അനന്തരം ഓയൂർ കലാമണ്ഡലം രാമേന്ദ്രൻ. ഇപ്പോൾ നമ്മൾ മടൂരോട്ട് മാറിക്കഴിഞ്ഞാൽ പരമേശ്വരൻ പിള്ള ആശാൻ, അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പിന്നെ ശിഷ്യനായിട്ടുള്ള പത്മഭൂഷൺ മടൂർ വാസുദേവൻ നായർ ആശാൻ. പിന്നെ പാട്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ കലാമണ്ഡലം ഗംഗാനാശാൻ, പിന്നെ PG രാധാകൃഷ്ണൻ, വേഷത്തിൽ നമ്മുടെ കലാമണ്ഡലം പിന്നെ വിജയകൃഷ്ണൻ ഉണ്ണിത്താൻ, പിന്നെ മടൂരോട്ട് ചെന്നാൽ നമ്മുടെ കലാമണ്ഡലം രാധാകൃഷ്ണൻ ചെണ്ട വിദ്വാൻ.
അപ്പം അങ്ങോട്ട് പോയ ഉണ്ണികൃഷ്ണൻ, കലാമണ്ഡലത്തിൽ പഠിച്ച് കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ വേഷക്കാരനുണ്ട്. വേളവാൻറ്റോട്ടി എന്ന എല്ലാം കരിമ്പാലിൽ നാരായണപിള്ള ചേട്ടൻ്റെയൊക്കെ ശിഷ്യന്മാരായിട്ടുള്ള നിരവധി പേരുണ്ട്. ഇവിടെ പാട്ടിലും ചെണ്ടയിലും മദ്ദളത്തിലും അജികുമാറുണ്ട്, ഹരികുമാറുണ്ട്. ഇങ്ങനെ ഈ പറയുന്ന പ്രദേശങ്ങളിലെല്ലാം ഇപ്പോൾ വേണ്ടി വന്നാൽ രാമേന്ദ്രൻ ഉണ്ണിത്താൻ പോലും ഈ പ്രദേശത്തിൻ്റെ ഒരു സന്തതിയാണെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ വീടും ഇവിടെ അടുത്തല്ലേ. പിന്നെ കലാമണ്ഡലം രാജശേഖരൻ, കലാമണ്ഡലം പ്രിൻസിപ്പളായിട്ടിരുന്നു. അദ്ദേഹം ഇരുന്നു മധുരാശാൻ്റെ ശിഷ്യനാണ്. തെക്കൻ ചിട്ടയുടെ ഒരു പ്രയോക്താവാണ്. അദ്ദേഹത്തിൻ്റെ നാടും ഇവിടെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യ എല്ലാം ഉണ്ട്. അതുകൂടാതെ ഗുരു ചെങ്ങന്നൂർ നേരിട്ട് വന്നിട്ട് പകൽക്കുറിയിൽ ഗുരു ചെങ്ങന്നൂർ കഥകളി അക്കാദമി തുടങ്ങുകയും അതിൽ ആദ്യത്തെ ശിഷ്യനായിട്ടുള്ള കലാഭാരതി രാജനാണ് ഇന്നിപ്പോൾ കലാഭാരതിയുടെ പ്രിൻസിപ്പളായിട്ട് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ മധുരാശാൻ്റെ വേറൊരു ശിഷ്യനാണ് കലാഭാരതി വാസുദേവൻ എന്ന് പറയുന്നത്. ആയാങ്കുടി വന്ന് ഇപ്പോൾ പഠിപ്പിച്ചവർ പലരും ഇവിടെ സമീപ പ്രദേശങ്ങളിലെല്ലാം ഉണ്ട്. പിന്നീട് അതുകൂടാതെ ചെപ്പുളശ്ശേരി രാജൻ ഇവിടെ മദ്ദളത്തിൻ്റെ അധ്യാപകനായിരുന്നു. അതുകൂടാതെ ഇപ്പം ഈ നമ്മൾ ഇന്ന് സുപ്രസിദ്ധനായിട്ടുള്ള പത്തിയൂർ ശങ്കരൻകുട്ടി കലാഭാരതിയുടെ സംഗീതാധ്യാപകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നത് PG രാധാകൃഷ്ണനും ഇടയ്ക്കിടയ്ക്ക് എങ്ങാനാശാനുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ കഥകളിയുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുള്ളതും കഥകളിയെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇപ്പം സുപ്രസിദ്ധ ഭരണവിദഗ്ധനായിട്ടുള്ള MK നായർ, ബഹുമാനായ MK നായർ സാർ ഇവിടെ വരാനും അദ്ദേഹം ഫൗണ്ടർ ചെയർമാനായിക്കൊണ്ട് കലാഭാരതി ഉണ്ടാക്കുന്നതിന് അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് അഡ്വക്കേറ്റ് M ദേവദാസ് കൂടെ നിൽക്കുന്നതിന്, പണയലത്ത് R നാരായണപിള്ള ചേട്ടൻ നിൽക്കുന്നു, പരൂര് ഗോവിന്ദപിള്ള ചേട്ടൻ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഈ പറയുന്നവരെല്ലാവരും കഥകളിയുടെ ഒരു പ്രധാനിയായിട്ടുള്ള നമ്മളെ പൂവക്കാട്ട് പുരുഷോത്തമപിള്ള ആശാൻ, നമ്മളെ മൂതരത്തെ സാറ്, അപ്പം NK കുമാര സാറ്, ശാസ്ത്രി സാറ്, ഈ തുടങ്ങിയിട്ടുള്ള മഹാപണ്ഡിതന്മാർ, നമ്മുടെ സംസ്കൃത പണ്ഡിതന്മാർ, മലയാള പണ്ഡിതന്മാർ, അതുകൂടാതെ കഥകളിയുടെ 20 ദിവസങ്ങളായിട്ട് അവതരിപ്പിക്കുന്ന കഥകളിക്ക് വ്യാഖ്യാനം എഴുതിയാണ് നമ്മളെ മൂതലത്തെ സാറ്. അപ്പോൾ ഇങ്ങനെ നിരവധിയായ പേര് വേലുക്കുട്ടി ഭാഗവതർ ഉൾപ്പെടെ ഉള്ളവരുടെ ഒരു സ്ഥലമാണ്. അവരുടെ എല്ലാം പ്രവർത്തനം കൊണ്ട് വളരെ പുണ്യമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് തന്നെ നമ്മളെ സംബന്ധിച്ചോളം കലാഗ്രാമം, ഈ കലയെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് കുറച്ചാൾ ജീവിക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു മഹാപുണ്യമായി കരുതാം. അപ്പം അങ്ങേ ഇത്രയും നേരം നമ്മളുമായിട്ട് സഹകരിച്ചതിന് ശ്രീ കലാമണ്ഡലം ശിവദാസന് എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. എന്തായാലും ഇത്രയും നേരം എൻ്റെ കഥകളി ജീവിതത്തിൻ്റെ കാര്യങ്ങൾ ചോദിച്ചതിലും കുറേ കാര്യങ്ങൾ വിട്ടുപോയ കാര്യങ്ങൾ എല്ലാം ഇങ്ങനെ ഓർത്ത് പറയാൻ പറ്റിയതിനും വളരെ വളരെ സന്തോഷമുണ്ട്. എന്നോട് ചോദ്യം ചോദിച്ച മടവരാശം ഫൗണ്ടേഷൻ്റെ ചെയർമാൻ KR നായർ അവർക്കും എനിക്ക് വ്യക്തിപരമായിട്ടുള്ള നന്ദിയും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. സന്തോഷം.